വിക്രമാദിത്യ വേതാള കഥകളിലെ തീക്ഷ്ണമേറിയ ചോദ്യങ്ങൾ പ്ലോട്ടുകളും ട്വിസ്റ്റുകളുമായി മാറിയപ്പോൾ സ്ക്രീനിൽ ആർ മാധവനും വിജയ് സേതുപതിയും നിറഞ്ഞാടി. നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. വൈനോട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഭാര്യ ഭർത്താവായ പുഷ്കർ ഗായത്രിയാണ് ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രണ്ട് മെയിൻ കഥാപാത്രങ്ങളാണ്. തമിഴിലെ സൂപ്പർ സ്റ്റാർസായ ആർ മാധവനും വിജയ് സേതുപതിയും. മറ്റ് കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത് ശ്രദ്ധ ശ്രീനാഥ്, വരലക്ഷ്മി ശരത് കുമാർ, കതിർ, ഒപ്പം മലയാളത്തിൻ്റെ സ്വന്തം ഹരീഷ് പേരാടിയും. ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ, ഒരു റിവ്യൂ പർപ്പസിൽ പറയുകയാണെങ്കിൽ, ഇതൊരു മസ്റ്റ് വാച്ച് ഇൻറ്റൻസ് ക്രൈം ഗാങ്സ്റ്റർ ത്രില്ലറാണ്. ഈ സിനിമയുടെ പ്ലോട്ടിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഈ സിനിമ ചർച്ച ചെയ്യുന്നത് തെറ്റിൻ്റെയും ശരിയുടെയും ഇടയിലുള്ള ഒരു ചെറിയ വരയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ പ്ലോട്ട് ഓരോ ചോദ്യങ്ങളിൽ നിന്നാണ് അൺവീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കഥ സൊൽട്ടാ സാർ എന്ന് വിജയ് സേതുപതി വളരെ ലാഘവത്തോടെ പറയുന്ന 3 കഥകളുണ്ട്. എന്നാൽ ആ കഥകളിലൂടെയാണ് ഈ സിനിമ അൺവീലായി ക്ലൈമാക്സ് വരെ എത്തുന്നത്. ഒട്ടനവധി ട്വിസ്റ്റുകൾ, ഒട്ടനവധി കഥാപാത്രങ്ങൾ, അതിലാരാണ് നായകൻ ആരാണ് വില്ലൻ എന്ന് പ്രേക്ഷകർക്കും കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ക്ലൈമാക്സിൽ എല്ലാം ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത്. ഇതിലെ ആക്ഷൻ പാക്ഡ് ത്രില്ലർ എന്ന് കൂടി വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഇതിലെ ആക്ഷൻ സീൻസും ഫൈറ്റ് സീൻസും എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ്. പിക്ചർ പെർഫെക്റ്റ് ഡയറക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ഓരോ സീനും, ഓരോ സ്ക്രിപ്റ്റിനനുസരിച്ച് വന്നിരിക്കുന്ന ഓരോ സീനും ഒന്നും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അത് ആ കഥയ്ക്ക് അനുയോജ്യമായി വളരെ മികച്ച രീതിയിൽ നിൽക്കുകയാണ്. പുഷ്കർ ഗായത്രി ആ ഒരു കോമ്പോനെ ഹാറ്റ്സ് ഓഫ്. അവരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയാം. ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ മെത്തേഡ് ആക്ടറായ ആർ മാധവനും നാച്ചുറൽ റിയലിസ്റ്റിക് ഹീറോയിസം നിറഞ്ഞ കഥാപാത്രമായ വിജയ് സേതുപതി ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വരുമ്പോൾ, 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിച്ചു വരുന്ന മാസ് സീനിൽ നിന്നും ഹീറോ വില്ലൻ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഇതിൽ വിജയ് സേതുപതിയുടെ ഇൻട്രോ സീനിന് തിയേറ്ററിലുണ്ടായ കൈയടിക്ക് ഒരു കൈയും കണക്കുമില്ല. ചിത്രം അതിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ ക്യാമറയിലൂടെ എല്ലാം തന്നെ ഒരു ഹോളിവുഡ് ലെവൽ രീതിയിലുള്ളൊരു ത്രില്ലർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം BGM, കൂരിത്തരിപ്പിക്കുന്ന BGMമാണ് ശ്യാം CS ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എല്ലാ കാരണങ്ങൾ കൊണ്ടും ഈ സിനിമ, ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ അതാണ് വിക്രം വേദയുടെ അണിയറക്കാർ. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇന്നേ വരെ തമിഴ് സിനിമയിൽ ഇറങ്ങിയിരിക്കുന്ന ടോപ്പ് ചിത്രങ്ങളുടെ നിലവാരത്തിന് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ സിനിമ ഒരു വമ്പിച്ച സ്വീകരണമാണ് കേരളത്തിൽ തന്നെ ലഭിച്ചത്. ഞങ്ങൾ കണ്ട തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ നിന്നത് ആ ഒരു കോംബോ സീൻസാണ്. ഈ വിജയ് സേതുപതി, ആർ മാധവൻ്റെ ആ ഒരു ഡിഫറെൻ്റ് ആക്ടിങ് കോംബോ ഒരുമിച്ച് വരുമ്പോൾ, ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി വരുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത് മികച്ചൊരു ദൃശ്യാനുഭവമാണ്. ഇതിൻ്റെ ട്വിസ്റ്റുകളും എല്ലാം തന്നെ ഇപ്പോഴും മനസ്സിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ റിവ്യൂ പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് തമിഴ് സിനിമയിൽ ഇന്നേ വരെ വന്നിരിക്കുന്നത്. സോ ഒരിക്കലും മിസ്സാക്കണ്ട, ഉറപ്പായിട്ടും നിങ്ങൾ വിക്രം വേദ കാണണം. ഇതിൽ വിക്രമാദിത്യനും വേതാളവും കഥകളിലെ കുറേ പോയിൻറ്റ്സ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ വിക്രമാദിത്യൻ കഥകളിലെ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അതിൽ വേതാളം ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ പ്ലോട്ട് അൺവീലായത്, ആ കഥകളിലെ പ്ലോട്ട് അൺവീലായത്. അതേപോലെ ഇതിൽ വിക്രമായി മാധവനും വേദയായി വിജയ് സേതുപതി നിറഞ്ഞാടിയപ്പോൾ വിജയ് ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ പ്ലോട്ട് അൺവീലായിരിക്കുന്നത്. ഇത്രയധികം പേരിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു സിനിമ, അതാണ് വിക്രം വേദ. ഉറപ്പായിട്ടും മിസ്സാക്കേണ്ട കിടിലൻ സിനിമയാണ്. സോ കൂടുതൽ സിനിമ വിശേഷങ്ങളുടെയും റിവ്യൂസുമായി ഞങ്ങൾ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിനിമ റിവ്യൂസുമായി ഞങ്ങൾ വരുന്നതാണ്. സോ കീപ് വാച്ചിങ് ഫ്ലിക് മലയാളം. ദിസ് ഇസ് ആഷിൻ തമ്പി സൈനിങ് ഓഫ്.